തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. 10 പേർക്കെതിരെയാണ് കേസ്. വിതിരയിലെ ആദിവാസി യുവാവ് ബിനു ആണ് മരിച്ചത്. വിതിര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിനുവിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സമരക്കാർ ആംബുലൻസ് തടഞ്ഞത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിതുര ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ആസിഡ് കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയ യുവാവിനെ ഈ ഒരു ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടയിൽ ഈ വിതുര ഹോസ്പിറ്റലിൽ നിന്നും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് മാറ്റാൻ നിർദ്ദേശിച്ചതിന് ശേഷം ഈ സമരം നടക്കുന്നതുകൊണ്ട് കാലതാമസം വരികയും ഈ രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താൻ കാലതാമസം നേരിട്ടു. അത്തരത്തിൽ മരണം സംഭവിച്ചു എന്ന രീതിയിലാണ് ആരോപണം ഉയർന്നിരുന്നത്. അത്തരത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളടക്കം, അതായത് വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ ഒരു വിതുര ആശുപത്രിയിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രതിഷേധം നടത്തിയ 10 നേതാക്കൾക്ക് അടക്കം ഇത്തരത്തിലുള്ള 10 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു പ്രതിഷേധം നടന്നു എന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു രോഗിയുമായി കൊണ്ടുപോകുന്ന ആ സമയത്ത് ഈ ആംബുലൻസ് തടഞ്ഞിട്ടില്ല. അതിന് പകരം രോഗിയെ ഈ ഒരു ആംബുലൻസിൽ കയറ്റാനടക്കം സഹായിച്ചു എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണവും വന്നിരുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനു മുൻപ് കാലതാമസം ഉണ്ടായി, അവരെ പോവാൻ അനുവദിച്ചില്ല, ഈ ആംബുലൻസ് വിട്ടുകിട്ടാൻ താമസം ഉണ്ടായി എന്ന രീതിയിലാണ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒരു വിതുര ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള പോലീസ് അന്വേഷണത്തിലായിരിക്കും ഇത്തരത്തിലുള്ളൊരു കാലതാമസം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അതിൽ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, മാത്രമല്ല ഈ ഒരു രോഗി മരിക്കാൻ ഇടയായ സാഹചര്യം ഇങ്ങനെ ഈ ആംബുലൻസ് തടഞ്ഞു വെച്ചത് കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുള്ളൂ. ഈ ഒരു പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആംബുലൻസിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നു. അതായത് ഇൻഷുറൻസോ മറ്റ് ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചിരുന്നു. അത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്നു. അതായത് നമുക്കറിയാം വിതുര ഭാഗം എന്ന് പറയുമ്പോൾ ആദിവാസി മേഖലയും മാത്രമല്ല മലയോര മേഖലയും ആ ഭാഗത്തൊക്കെ ആംബുലൻസ് സർവീസ് നടത്തുന്ന ഈ വാഹനത്തിന് ഇത്തരത്തിലൊരു ഫിറ്റ്നസ് ഇല്ലായ്മ ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. അതിനുശേഷം നടന്ന ഇങ്ങനെ ഒരു സംഭവത്തിൽ യുവാവിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതിലാണിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിതുരയിലെ ആദിവാസി യുവാവ് ബിനു ആയിരുന്നു മരിച്ചത്.